വിഷയം പുലിപ്പല്ല്. അപ്പം പുലിപ്പല്ലാണ് ഇപ്പോഴത്തെ കറൻറ്റ് ദ മെയിൻ മീഡിയ ഫോക്കസ്. കുറേ പേരിങ്ങനെ ഇത് പെടുത്തിയതാണോ, ഫ്രെയിംഡ് ആണോ, ചതിച്ചതാണോ, അങ്ങനത്തെ കുറേ വേർഷൻസ് പറയുന്നുണ്ട്. നിറം നോക്കി, ജാതി പറഞ്ഞ് കുറേ ആളുകൾ ഇരവാദം പറയുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് പറയാം, ഒരു കൃത്യമായ റീസൺ നിങ്ങൾ വെക്കണം. പലരോടും ഞാൻ ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് ഈ വ്യക്തി പറയുന്ന പൊളിറ്റിക്സ്, ആ പൊളിറ്റിക്സിനെതിരായിട്ടുള്ള കുറേ ആളുകൾ കൂട്ടം കൂടി ഈ വ്യക്തിയെ ചതിച്ചു. പച്ചല വെച്ച് ചതിക്കില്ല. ഓക്കെ, അപ്പോൾ അത് ഏത് ആസ്പെക്റ്റിലാണ് ചതിച്ചത്, എവിടെയാണ് ചതി നടന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനത്തെ ചതിയായിരിക്കണം, അത് ഏത് രീതിയിലായിരിക്കണം അവർ ചതിച്ചത് എന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരാൻ പറ്റണം. ഞാൻ അങ്ങനെ ഒരു സാധനമാണ് എൻ്റെ ഒരു വേർഷനിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ. അതായത് ഈ വേടൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ചതിക്കണം എന്ന ഒരാൾ തുനിഞ്ഞിറങ്ങി ചതിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും, അതാരായിരിക്കും, ഏത് രീതിയിലായിരിക്കും, അതൊന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ എന്താണെങ്കിലും നമുക്കിപ്പോൾ അറിയാവുന്ന വിഷയം, ഈ വ്യക്തിക്ക് പച്ചല വിഷയത്തിൽ ജാമ്യം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പച്ചല വിഷയത്തിൽ ജാമ്യം കിട്ടി ഇറങ്ങിയ ഈ വ്യക്തിയെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചോദ്യം ചെയ്യാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ പച്ചല വിഷയത്തിൽ ഈ വ്യക്തി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അയാൾ അത് ഉപയോഗിക്കുന്ന ഒരാളാണ്. ഓക്കെ, അയാൾ കുറച്ച് വർഷങ്ങളായിട്ട് അത് ഉപയോഗിക്കുന്ന ഒരാളാണ് എന്നും ആ വിഷയത്തിൽ എവിടെയും ആ വ്യക്തിയെ ചതിച്ചിട്ടോ അല്ലെങ്കിൽ ആ വ്യക്തിയെ പറ്റിച്ചിട്ടോ അല്ലെങ്കിൽ ആ വ്യക്തിയെ കുടുക്കിയിട്ടോ ഇല്ല. ആ വ്യക്തിക്കെതിരെ ആരും ഒന്നും ഫ്രെയിം ചെയ്തിട്ടില്ല. ആ വിഷയത്തിൽ, പച്ചല വിഷയത്തിൽ എന്നുള്ളത് ആ വ്യക്തി തന്നെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ വന്നിട്ട് എല്ലാവരോടും പറയും, ഇപ്പൊ ഈ തിരക്കൊന്നും മാറട്ടെ. മാഷെ, ഞാൻ കഞ്ചാവ് വലിക്കുന്ന ആളാണ്, ഞാൻ കള്ളു കുടിക്കുകയും വലിക്കുകയും ചെയ്യുന്ന ആളാണ്, എല്ലാവർക്കും അറിയാമത്. കാര്യങ്ങൾ പറയേണ്ട ആവശ്യമുണ്ട്, ഞാൻ വന്ന് കാര്യങ്ങൾ പറഞ്ഞിരിക്കും. ഇപ്പൊ എന്നെ പോകാനൊന്നും ഇല്ല, ആരും ഒന്നും കുടിക്കുന്നില്ല. ഒരു കൂടാലോചനകളില്ല, ബാക്കിയുള്ള ഞാൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ വ്യക്തി പറയുന്നുണ്ട് ചതിച്ചതാണോ, കുടുക്കിയതാണോ, അല്ലാന്ന് തന്നെയാണ് വ്യക്തി പറയുന്നത്. പക്ഷെ പുലിപ്പല്ലിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ഈ വ്യക്തിക്ക് ക്ലാരിറ്റി ഇല്ല. ഓക്കെ, കാരണം അതിനെക്കുറിച്ച് ആ വ്യക്തിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. പച്ചല ഉപയോഗിച്ചത് ആ വ്യക്തിക്ക് കൃത്യമായി പറയാൻ പറ്റുന്നുണ്ട്, അയാൾ അത് ഉപയോഗിക്കുന്ന ഒരാളാണ്, അയാൾ ആരും കുടുക്കിയതല്ല, ഓക്കെ, ആരും ചതിച്ചതല്ല. പക്ഷെ പുലിപ്പല്ലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ആ വ്യക്തിക്ക് തന്നെ വരുന്നുണ്ട്. ആ കൺഫ്യൂഷൻ ആയിരുന്നു ഇന്നലെ ഈ വ്യക്തിയെ പിടിച്ച സമയത്ത് ഇത് തായ്ലാൻഡിൽ നിന്ന് കിട്ടിയതാണ് എന്നൊരു മൊഴി അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ആരാധകൻ കൊടുത്തു എന്നുള്ളൊരു മൊഴിയാണ് പിന്നെ നമ്മൾ കേട്ടത്. അതിനുശേഷം നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തത് ആരാണ് ഈ ആരാധകൻ, എങ്ങനെയാണ് ഈ ഇൻസിഡൻറ്റ് ഉണ്ടായത് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഈ വനം വകുപ്പ് ഓഫീസർ ഈ വിഷയങ്ങളെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രതി ഹിരൺദാസ് 30 വയസ്സുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ വീട് മുളങ്ങുന്നത്തുകാവ്. അദ്ദേഹത്തിൻ്റെ അമ്മ ശ്രീലങ്കൻ വംശജയാണ്. അപ്പോൾ ആ ഒരു കണക്ഷൻ നമ്മുടെ ഈ കേസിലൊരു റിലേഷൻ വരുന്നുണ്ട്. ശ്രീലങ്കയിൽ നിന്ന് ഫ്രാൻസ് ഓർ UK പൗരത്വമുള്ള ആൾക്കാരാണ് ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന ആളെന്നാണ് പുള്ളി തന്നെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് ട്രേസ് ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവർ ഫോളോ ചെയ്യുന്ന ബന്ധമുണ്ട്. അപ്പോൾ അത് ട്രേസ് ചെയ്യാന്നുള്ളൊരു ഇൻഫർമേഷൻ തൽക്കാലം ഇപ്പോൾ നമുക്ക് ഈ ചോദ്യം ചെയ്യലിൽ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ചോദ്യം ചെയ്യലുമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. ശ്രീലങ്കൻ പൗരനല്ല അദ്ദേഹം. ഈ ശ്രീലങ്കയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയ വളരെയധികം ആൾക്കാരുണ്ടല്ലോ ഇന്ത്യയിൽ തന്നെ. ഇദ്ദേഹത്തിന്റെ അമ്മയും ശ്രീലങ്കൻ ഈ നമ്മുടെ ഹിരൺദാസിന്റെ അമ്മ ശ്രീലങ്കൻ വംശജയാണ്. അപ്പോൾ അത് ഓൾട്ടറേഷൻ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിപ്പോൾ അതും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തൃശ്ശൂരുള്ള ഒരു സ്ഥലമാണ്, വിയ്യൂരിനടുത്തൊരു സ്ഥലത്താണ് ഒരു ജ്വല്ലറിയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഇതിന് മദ്രാസിൽ ഒരു ഗാനമേള, ഇവരുടെ ഈ റാപ്പ് പരിപാടി അതിൽ ഇടയ്ക്ക് ഒരു ആരാധകൻ കൊടുത്തതാണ്. അപ്പോൾ അവർ അയാൾ കൂടെ വേറെ കുറച്ച് പേരുണ്ടായിരുന്നു. അതിൽ തന്നെ UK ഫ്രാൻസ് പൗരത്വമുള്ളവരാണ്. അത് ഇവരുടെ ഈ ശ്രീലങ്കൻ നിന്ന് ഇവർ സംസാരത്തിന്റെ ഭാഷയിൽ നിന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചപ്പോൾ
ഫ്രാൻസ് ഓർ UK പൗരന്മാരാണ്. ശ്രീലങ്കയിൽ നിന്ന് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തവരാണ്. ഗിഫ്റ്റ് എന്ന് പറയുന്ന അറിഞ്ഞോ അറിയാതെ വൈൽഡ് ലൈഫ് ആർട്ടിക്കിൾസ് ഒന്നും കൈവശം വെക്കാനായിട്ട് നിയമപരമായി അനുവദിക്കുന്നില്ല. അറിയാതെ പോലും അത് ചെയ്യാൻ പാടില്ല. അതാണ് ആ കുറ്റത്തിന്റെ ഒരു ഡെൻസിറ്റി അവിടെയാണ് വരുന്നത്. വേട്ടയാട് ഇയാൾക്ക് കൊടുത്തിരിക്കുന്ന ആൾ എങ്ങനെ കിട്ടിയെന്നുള്ള ഒരു പ്രൊവിഷൻ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അത് ഫർദർ ഇൻവെസ്റ്റിഗേഷനിൽ വേട്ടയിൽ ഇയാൾക്ക് ബന്ധമില്ലെങ്കിൽ ഇയാളെ വേട്ട എന്നുള്ള പ്രശ്നം ഒഴിവാക്കി രഞ്ജിത്ത് എന്ന് പറയുന്ന ആളാണ്. അതിന്റെ ശരിക്കും അന്വേഷണം നടന്നിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ ഇടയിൽ ആ സ്റ്റേജ് നിലവിൽ ഹണ്ടിങ്ങിന്റെ പ്രൊവിഷൻ ഉണ്ട്. ഇല്ല, പുലിപ്പല്ലാണെന്നോ ഒറിജിനലാണോ ഒന്നും അദ്ദേഹത്തിന് അന്ന് അറിയില്ലെന്നാണ് പുള്ളി പറയുന്നത്. പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷനിൽ പുലിപ്പല്ല് തന്നെയാണെന്ന് നമുക്ക് ഉത്തമ വിശ്വാസം വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ടെസ്റ്റിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് അയക്കും. അത് കോടതിയാണ് അയക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓഫീസർ സംസാരിച്ചത് നിങ്ങൾ ക്ലിയർ ആയിട്ട് ഒന്നും കൂടി വേണമെങ്കിൽ ഒന്ന് കേട്ടോ. രഞ്ജിത്ത് കുമ്പിടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ വേടന് മാല പുലിപ്പല്ല് കൊടുത്തിട്ടുള്ളത്. ഈ പുലിപ്പല്ല് കിട്ടിയതിനു ശേഷം തൃശ്ശൂർ വിയൂർ അടുത്തുള്ള ഒരു ജ്വല്ലറിയിൽ വെച്ച് ഇത് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അത് വേടൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പുലിപ്പല്ലാണ്. ഇപ്പോൾ പ്ലാസ്റ്റിക് സാധനവും അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താ പറയുക, ഇതിന് കല്ലിലുണ്ടാക്കിയൊരു സാധനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മോഡിഫൈ ചെയ്തിട്ട് തന്നെയല്ലേ വരിക? എൻ്റെ ഡൗട്ടാണ്. ഒരു സ്വർണം, വെള്ളി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം, കല്ല്, എന്തെങ്കിലും ഒരു സാധനം അത് മോഡിഫൈ ചെയ്തിട്ടാണ് ഓൾറെഡി ലോക്കറ്റായിട്ട് എല്ലായിടത്തും ഇറങ്ങാറ്. ഇപ്പോൾ രാഹുൽ ഈശ്വരൊക്കെ പറയുന്നുണ്ട് ഫ്ലിപ്കാർട്ട് നടക്കാൻ വാങ്ങാൻ പറ്റും, ആമസോൺ നടക്കുന്നുണ്ട്. ഇത് ഉണ്ടാക്കി വെച്ച ഓൾറെഡി അങ്ങനെ വിൽക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ. അപ്പോൾ ഒറിജിനൽ ആകുമ്പോഴാണ് അത് മോഡിഫൈ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നത്. അതിന് സ്വർണം കെട്ടിക്കണം, ആണെങ്കിൽ അതൊന്ന് സൈസ് ചെറുതാണ്, അങ്ങനെയൊക്കെ സാധനങ്ങൾ വരുന്ന, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൊരു കോട്ടിങ് വാർണിഷ് പോലെ എന്തെങ്കിലും അടിക്കേണ്ടി വരും. കാരണം അത് കൃത്യമായിട്ട് അതേപോലെ നിലനിൽക്കണമല്ലോ, കേട് വരാൻ പാടില്ല. എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അത് സ്വർണം കെട്ടിച്ചിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒറിജിനലാണ് എന്നുള്ള അറിവ് ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കും. നമ്പർ 1. ഇവരുടെ അമ്മയുടെ നാടും അതിനെ തുടർന്നുള്ള ബന്ധവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ വേടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, രഞ്ജിത്ത് കുമ്പിടി എന്ന് പറഞ്ഞ വ്യക്തിയെ അധികം ഈ വ്യക്തിക്ക് അറിയില്ല. ഓക്കെ, വേടൻ അറിയില്ല എന്നാണ് വേടൻ നടന്നു പോകുന്ന വഴിക്ക് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത്. ആ വ്യക്തിയെക്കുറിച്ചിട്ട് അറിയില്ല. ഓക്കെ, വലിയ അറിവില്ല. ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് ഗിഫ്റ്റ് കിട്ടുന്ന കൂട്ടത്തിൽ ഒരു ഗിഫ്റ്റ് കിട്ടി, ഒരു ഗിഫ്റ്റായിട്ട് കൊടുത്തു. പക്ഷെ ഇവരുടെ അന്വേഷണത്തിൽ ഈ ജാഫ്ന റിലേറ്റഡ് ആയിട്ട് ജാഫ്നയിൽ നിന്ന് തുരത്തി എന്നൊക്കെ പറഞ്ഞ സ്വന്തം അമ്മയ്ക്ക് വേണ്ടി വേടൻ എഴുതിയ പാട്ടുകളും വരികളൊക്കെ ഉണ്ട്. അപ്പോൾ മേ ബി ഈ പറഞ്ഞ വേടനെ ഇങ്ങനൊരു ഗിഫ്റ്റ് കൊടുത്ത്, ഇപ്പോൾ വേടനെ അറിയില്ല ആ വ്യക്തിയെന്ന് വെച്ചു, ആ ഒരു ദിവസത്തെയോ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഷോൻ്റെ ടൈമിലുള്ള ബന്ധം മാത്രമാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് കൊടുത്തതിന് ശേഷം അവർ തന്നെ ഇട്ട് കൊടുത്തതാണോ? എൻ്റെ ഒരു ഡൗട്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനൊരു സാധനം വേടൻ്റെ കയ്യിലുണ്ട് എന്നറിയാവുന്ന ആരെങ്കിലും ഒരാൾ വേടനെതിരെ വേടനായിട്ട്, അവിടെയാണ് ഞാൻ പറഞ്ഞത്, വേടനെ ഇട്ട് കൊടുത്തതോ വേടനെ ഇതിലേക്ക് ഇപ്പോൾ ചുമ്മാ പച്ചല പിടിക്കാൻ കയറിയ ആൾക്കാർക്ക് ഒരു മാല കിട്ടി, നോ, അതല്ല. ഓക്കെ, അതല്ലാന്ന് ഞാൻ പറയാൻ കാരണം വളരെ വ്യക്തമായിട്ട് ഫോറസ്റ്റിന് ഈ പറഞ്ഞ വേടൻ്റെ മാലയടക്കം ഫോട്ടോ, അതിൻ്റെ വീഡിയോ അടക്കം, ഇതെവിടെ വെച്ച് മോഡിഫൈ ചെയ്തു, ഇതാര് കൊടുത്തു, ഇത് ഒറിജിനലാണ് എന്ന വിവരമടക്കം ഈ പച്ചല പിടിക്കാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഫോറസ്റ്റിന് ഇൻഫർമേഷൻ ഉണ്ട്. ഓക്കെ, ഈ മലേഷ്യൻ പ്രവാസിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാണോ? പോലീസ് എന്താണ് പറയുന്നത്? മോത്തി, മലേഷ്യൻ സ്വദേശിയായിട്ടുള്ള രഞ്ജിത്ത് കുമ്പിടിയാണ് വേടന് ഈ ചെന്നൈയിൽ വെച്ച് ഇങ്ങനെ ഒരു പുലിപ്പല്ലടങ്ങിയ മാല സമ്മാനമായി നൽകിയതെന്നതാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ. വേടൻ തനിക്കിതൊരു ആരാധകൻ ചെന്നൈയിൽ വെച്ച് നൽകിയതാണെന്ന കാര്യം വനം വകുപ്പിനോട് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് വനം വകുപ്പ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് രഞ്ജിത്ത് കുമ്പിടി എന്ന് പറയുന്ന ആളാണ്, ഇയാൾ മലേഷ്യ സ്വദേശിയാണ്, ചെന്നൈയിൽ വെച്ച് വേടന് ഈ മാല നൽകുകയായിരുന്നു എന്ന കാര്യം കണ്ടെത്തിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ, അതായത് കുറച്ചധികം നാളുകൾക്ക് മുമ്പ് തന്നെ ഫോറസ്റ്റിന്റെ കൺട്രോൾ റൂമിലേക്ക് ഒരു പരാതി ലഭിച്ചിരുന്നു. അത് ഈ വേടൻ ഇൻസ്റ്റഗ്രാമിലടക്കം പോസ്റ്റ് ചെയ്തിട്ടുള്ള തന്റെ ഈ റാപ്പുമായി ബന്ധപ്പെട്ട പാട്ടുകളുടെ ഒക്കെ വീഡിയോ അടക്കം നൽകിയാണ് പരാതി കൊടുത്തത്. അതിൽ വേടൻ ഈ മാല ധരിക്കുന്നതിന്റെ അടക്കം ദൃശ്യങ്ങളും ഫോട്ടോകളും ഉണ്ട്. അത് സംബന്ധിച്ചൊരു പരാതി കിട്ടിയിരുന്നു. വനംവകുപ്പ് അത് നിരീക്ഷിച്ചും പരിശോധിച്ചും വരികയായിരുന്നു. അതിനിടയിലാണ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് വേടൻ പോലീസിന്റെ പിടിയിലാകുന്നത്.
എവിടെയാണ് വേടനുള്ള ഒരു വാരിക്കുഴി ഒരുങ്ങിയത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? പച്ചലേൻ്റെ മുകളിലല്ല, കാരണം പച്ചല അയാൾ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, പച്ചലേൻ്റെ മുകളിൽ അയാൾക്ക് വേറെ ആരെങ്കിലും ഇട്ട് കൊടുക്കില്ല, അത് കൊടുക്കേണ്ട കാര്യം അയക്കില്ല. അയാൾ ഇട്ട് കൊടുക്കാൻ മാത്രമുള്ള ബന്ധങ്ങളൊന്നും അല്ലെങ്കിൽ അങ്ങനത്തെ വിഷയങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ വേടൻ പറഞ്ഞ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയത്തിന് മുകളിൽ വേടൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ഏത് ആസ്പെക്റ്റിൽ പിടിക്കാമെന്ന് നോക്കി നടന്ന, ആ രാഷ്ട്രീയം ഇഷ്ടപ്പെടാത്ത അവർ ചിലപ്പോൾ, ഞാൻ വീണ്ടും പറയുന്നു, കൂട്ടത്തിലുള്ളവരോ അല്ലെങ്കിൽ കൂട്ടത്തിൽ ഇനി മുതൽ എന്ന് പറഞ്ഞ് കയറിയവരോ ആയിരിക്കാം, അല്ലെങ്കിൽ കണ്ട് സംശയം തോന്നിയവരായിരിക്കാം. ഇത് കണ്ട് സംശയം തോന്നിയവർ കൃത്യമായി ഈ പറഞ്ഞ ഫോറസ്റ്റിന് ഇത് കൊടുത്തിട്ടുണ്ട്. ഏത് ഇൻഫർമേഷൻ, ഫോട്ടോ അടക്കം കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് അന്വേഷിക്കാൻ വന്ന എക്സൈസ് ടീമിന്, പച്ചല പിടിക്കാൻ വന്ന എക്സൈസ് ടീമിന് അവരുടെ ആവശ്യം പച്ചല പിടുത്തം മാത്രമായിരുന്നില്ല, അതും ഈ പുലിപ്പല്ലിലേക്കാണ് എന്നുള്ളത് കൊണ്ടുമാണ് കൃത്യമായിട്ട്. അതായത് എക്സൈസിന് ഈ പുലിപ്പല്ലിനെ കുറിച്ച് അറിവുണ്ടാവണമെന്നില്ല. എങ്ങനെ ഉണ്ടാവും? വനം വകുപ്പിലാണ് കേസ് കിടക്കുക, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത്. വനം വകുപ്പ് ആ ഇൻഫർമേഷൻ എക്സൈസിന് കൈമാറും, അപ്പം സ്പോട്ടിൽ കൈമാറും? ഇല്ല. ഇവിടെ നിങ്ങൾ ആലോചിക്കുക, എക്സൈസ് പോയിട്ട് പച്ചല പിടിക്കുന്നു. പച്ചല പിടിച്ച് വിത്തിൻ ഫ്യൂ ഹവേഴ്സ്, മണിക്കൂറുകളായിട്ട് പോലും ഉണ്ടാവില്ല, വനം വകുപ്പ് വരുന്നു, വനം വകുപ്പിനെ അറിയിക്കുന്നു, പല്ല് പിടിക്കുന്നു. അപ്പം പല്ല് പിടിക്കാൻ വേണ്ടി കാത്തിരുന്നതായിരുന്നു, പല്ല് കിട്ടാൻ വേണ്ടി കാത്തിരുന്നതായിരുന്നു എന്നുള്ള സംശയം. അപ്പം ഈ പുലിപ്പല്ല് കൊടുത്ത വ്യക്തി, ഓക്കെ, രഞ്ജിത്ത് കുമ്പിടി, ഈ കുമ്പിടി ആര്? ഈ കുമ്പിടി വെച്ച ട്രാപ്പാണോ? കുമ്പിടിയെ കൊണ്ട് വെച്ച ട്രാപ്പാണോ? അല്ലെങ്കിൽ ഇതറിഞ്ഞിട്ടും വേടൻ അതെടുത്തിട്ട് തൃശ്ശൂർ കൊണ്ടുപോയിട്ട് മോഡിഫൈ ചെയ്യാൻ കൊടുത്തു, മോഡിഫൈ ചെയ്തു, ഇതറിയാം ആ വ്യക്തിക്ക് ഇത് പുലിപ്പല്ലാണ് എന്നുള്ളത്, എന്നിട്ടും മോഡിഫൈ ചെയ്ത് കഴുത്തിലിട്ട് നിയമം അറിയാത്തത് കൊണ്ടുള്ള കാര്യം എന്നുള്ള രീതിയിൽ ഇത് വരുമോ? അതോ രഞ്ജിത്ത് കുമ്പിടിയെ ആകെ ആ ഒരു കണ്ട പരിചയം മാത്രമേ ഉള്ളൂ, ഇത് കൊണ്ടുപോയി മോഡിഫൈ ചെയ്യാൻ കൊടുത്തതും വേടനല്ല, ഈ വ്യക്തിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ആണോ? ഓക്കെ. പിന്നെ ഈ പറഞ്ഞ അമ്മയുടെ ബന്ധം, ശ്രീലങ്കൻ ബന്ധം, മറ്റേ തായ്ലാൻഡ് മലേഷ്യ ബന്ധം, UK ഫ്രാൻസ് എന്നൊക്കെ പറഞ്ഞ ബന്ധങ്ങൾ, അത് എനിക്ക് അത്രത്തോളം അത് സ്റ്റാൻഡ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഗിഫ്റ്റായിട്ട് കിട്ടിയ ഒരു സാധനമാണെങ്കിൽ ആ ഗിഫ്റ്റ് ഒറിജിനൽ ആണോ അല്ലേ എന്നുള്ളത് നോക്കാതെ അബദ്ധത്തിൽ കൈവശം വെച്ചതാണെങ്കിൽ, വേട്ട ചെയ്തു എന്നുള്ളൊരു പോർഷൻ പോയി കിട്ടിയാലും കേസിനകത്ത് ഇങ്ങനത്തെ സാധനങ്ങൾ കൈവശം വെക്കുന്നത് നോൺ ബെയിലബിൾ ആയിട്ടൊരു ഒഫൻസാണ്. അപ്പോൾ നോൺ ബെയിലബിൾ ഒഫൻസ് എന്തായാലും ഒന്ന് കിടക്കും. ഓക്കെ. പക്ഷേ ഇത് പറയേണ്ടത്, ഇതിൻ്റെ സോഴ്സ് പറയേണ്ടത് രഞ്ജിത്ത് കുമ്പിടിയാണ്. രഞ്ജിത്ത് കുമ്പിടിയും വേടനും തമ്മിലുള്ള ബന്ധം വേടൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, രഞ്ജിത്ത് കുമ്പിടിനെ അറിയില്ല, മാല തന്ന ബന്ധം മാത്രമേ ഉള്ളൂ, അല്ലാതെ അയക്കാൻ അതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. വേടനിലേക്ക് ഇങ്ങനൊരു സാധനം എത്തിച്ച്, ആ എത്തിച്ച സാധനം വേടൻ്റെത് വേറൊരാൾ അറിഞ്ഞ് ഇതാണെന്ന് അറിഞ്ഞ് വേടന് ഇട്ട് കൊടുത്തതാണോ? ഈ പുലിപ്പല്ല് പിടിക്കാൻ വേണ്ടിയിട്ടാണോ പച്ചല പിടിക്കാൻ വേണ്ടിയിട്ട് എന്ന് വന്നത്? അങ്ങനെ കുറേ ചോദ്യങ്ങൾ ഇതിലുണ്ട്. ഇത് പച്ചല കേസാണോ പുലിപ്പല്ല് കേസാണോ? ഇപ്പം എനിക്ക് കൺഫ്യൂഷനായി സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ചില ആളുകൾ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ വീഡിയോ അല്ലെങ്കിൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് വരെ എന്നെ പോലെ തന്നെ ഇതൊരു കുടുക്കിയതല്ല അല്ലെങ്കിൽ ഞാൻ ചതിച്ചതല്ല എന്നുള്ള ആസ്പെക്റ്റിൽ തന്നെ ഇന്നലെ വരെ എനിക്ക് അങ്ങനെ തന്നെ. പക്ഷെ ഇപ്പോൾ ഒരു സംശയത്തിൻ്റെ എലമെൻറ്റ് വന്നില്ലേ? സംശയത്തിൻ്റെ എലമെൻറ്റ് ഇപ്പം ഈ പറയുന്ന ആളുകൾക്ക് പലരും സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് ചതിച്ചതാണ്. എന്താ ചതിച്ചതാണ്, ഇത് റീസൺ ഉണ്ട്, ചതിച്ചതാണ്. പക്ഷെ ഇനി നിങ്ങൾ ആലോചിക്കുക, ഇതിൽ ചതി വരാനുള്ള ഒരു എലമെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയപ്പോൾ ഓൾറെഡി ഫോറസ്റ്റിന് അറിയാവുന്ന ഒരു കാര്യം, ഫോറസ്റ്റിലേക്ക് ഇൻഫർമേഷൻ ഹിഡൻ ആയിട്ട് സീക്രട്ടായിട്ട് എത്തിച്ചിട്ടുണ്ട്. പച്ചല പിടിക്കാൻ വന്ന ആൾക്കാർ പച്ചല പിടിച്ച് വിത്തിൻ മിനിറ്റ്സ് ഫോറസ്റ്റിന് അറിയുന്നു, ഫോറസ്റ്റ് വരുന്നു, പല്ല് പിടിക്കുന്നു. സോ പല്ലാണ് വിഷയം, പല്ലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഓക്കെ. ഇനി ബാക്കി നിങ്ങൾ നിങ്ങളുടെ തോട്ട്സ് ആൻഡ് സാധനങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലിട്ടോ. ഓക്കെ.
ഓക്കെ, വനംവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഗിഫ്റ്റാണ് എന്ന്. ഈ വേടൻ കോടതിയിൽ തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. കുഴപ്പം പിന്നെയുണ്ട്. കാരണം അപ്പോഴും വേട്ടയാടൽ എന്നുള്ള ഒരൊറ്റ സെക്ഷൻ മാത്രമേ നീങ്ങിപ്പോളൂ. ഗിഫ്റ്റായിട്ടാണെങ്കിൽ പോലും വന്യജീവികളുടെ ഇങ്ങനത്തെ സാധനങ്ങൾ കൈവശം വെക്കാൻ പാടില്ല എന്നുള്ള നിയമം നിലനിൽക്കും. മനസ്സിലായോ? അങ്ങനെ സാധനം എന്തായാലും നിലനിൽക്കും. പക്ഷേ അത്യാവശ്യം ഈ രഞ്ജിത്ത് കുമ്പിടി ആരാണ്, ഇവൻ്റെ ബന്ധം എന്താണ്, ഇവ എവിടെ ഉള്ളതാണ്, ഇവന് വേടനയായിട്ട് എത്രത്തോളം കാലം ബന്ധമുണ്ടായിരുന്നു, അതോ ആ കണ്ട ഷോയിൽ മാത്രം ഇത് കൊടുത്ത് പോയതാണോ, അങ്ങനെ കുറേ കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എവിടെയോ തോന്നുന്നത് അറിയാം, ഈ വേടൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ആരെങ്കിലും പറ്റിച്ചതാണോ ഈ പച്ചര വെച്ചത്? അല്ല, ഉപയോഗിക്കാൻ കൊടുന്ന് പിടിച്ചു. അതൊക്കെ തുറന്നു പറയുന്ന ഒരാൾ മേ ബി ഇത് പറയുന്നത് സത്യമായിരിക്കും, അയാൾക്ക് രഞ്ജിത്തിനെ അറിയില്ലായിരിക്കും. പക്ഷേ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാധനം തൃശ്ശൂർ വിയൂർ കൊണ്ടുപോയി കൊടുത്തതിൽ ഒരു സംശയമുള്ളത്, അത് ഈ വേടൻ തന്നെ കൊടുത്തതാണോ അതോ രഞ്ജിത്തിൻ്റെ ടീം കൊടുത്തതാണോ എന്നുള്ളത് കൂടി ഒന്ന് അറിയണം. കാരണം അങ്ങനെയാണെങ്കിൽ ഇത് പുലിപ്പല്ലാണ്, ഒറിജിനലാണെന്ന് അറിയാതെ കൈവശം വെച്ചു എന്നുള്ള ക്ലെയിം പൊളിയും. ഓക്കെ, കാരണം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു സ്വർണം കെട്ടിക്കും. ഇല്ല, ഒറിജിനലേ സ്വർണം കെട്ടിക്കൂ, അതേ മോഡിഫൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിലും ഒരു ക്ലാരിറ്റി വേണം. ഓക്കെ, അപ്പോൾ ആരെങ്കിലും വേടനെ ചതിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുലിപ്പല്ലിൽ ചതിയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പേഴ്സണലി ഉണ്ടാവാം എന്ന് ഞാൻ പറയുന്നു, കൺഫേം ആയിട്ട് ഞാൻ പറയുന്നില്ല. ചതി വരുന്നുണ്ടെങ്കിൽ അത് പുലിപ്പല്ല് വിഷയത്തിലൂടെ ആയിരിക്കും, പച്ചലിയുടെ അല്ല.